നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പന്തളം അപ്പോസ്തോലിക് മിനിസ്ട്രി മീഡിയയുടെ വചനധ്യാനമായ ഡെയിലി മന്നായിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വാക്യം 1 കൊരിന്ത്യർ 9:16 വാക്യമാണ്. ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഞാനത് മനഃപൂർവ്വം നടത്തുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. മനഃപൂർവ്വമല്ലെങ്കിലും കാര്യം എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മോട് ഓരോരുത്തരോടും കർത്താവ് ഇതിൽ കൂടെ സംസാരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാനൊന്നുമില്ല. നാം ക്രിസ്തുവിലായിരിക്കുന്ന ദൈവമക്കളാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രകാശം മറ്റുള്ളവർക്കും കൂടെ പകർന്നു കൊടുക്കണം. കർത്താവ് തന്നെ പറയുന്നു, ഞാൻ ഭൂമിയുടെ വെളിച്ചമാകുന്നു. പിന്നീട് ശിഷ്യന്മാരോടും പറയുകയാണ്, നിങ്ങൾ ഭൂമിയുടെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. നാം ഈ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ നാം ഈ വെളിച്ചത്തിലേക്ക് മറ്റുള്ളവരെയും കൊണ്ടുവരണം. അതായത് ആരെയും മതം മാറ്റാനോ ഒന്നും അല്ല പറയുന്നത്. ഈ സ്നേഹം നമ്മൾ മറ്റുള്ളവർക്കും കൂടെ പകർന്നു കൊടുക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് മറ്റുള്ളവരറിയും. അപ്പോൾ ക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കും. ക്രിസ്തു ഒരു മതം സ്ഥാപിക്കാനൊന്നും വന്ന വ്യക്തിയല്ല. സകല ലോകത്തിൻ്റെയും സൃഷ്ടാവായ കർത്താവ് മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വയം മനുഷ്യനായി തീർന്ന് നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്ന കർത്താവാണ്. കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലം അത്രയും മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് ജീവിച്ചു. നന്മ ചെയ്തുകൊണ്ട് ജീവിച്ചിട്ടും കർത്താവ് പിന്നെ എന്താണ് കാൽവറിയിൽ യാഗമായി തീരേണ്ടി വന്നതെന്ന് ചോദിക്കും. അതായിരുന്നു കർത്താവിൻ്റെ ദൗത്യം. അതായത് ഈ കൃപയുടെ ശുശ്രൂഷയിലേക്ക് വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെടാനായിട്ട്, കൃപയാൽ നാം നീതീകരിക്കപ്പെടാനായിട്ട് കർത്താവ് ഒരുക്കിയ ഒരു മാർഗം മാത്രമാണിത്. അതായത് ഇതാണ് തേജസ്സിൻ്റെ സുവിശേഷമെന്ന് പറയുന്നത്. അപ്പോൾ ഈ തേജസ്സിൻ്റെ സുവിശേഷത്തിൽ നാം ആയിരിക്കുമ്പോൾ നാം മറ്റുള്ളവരോട് പെരുമാറുന്നതും മറ്റുള്ളവരോട് സ്നേഹം കാണിക്കുന്നതും എല്ലാം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ തന്നെ ആയിരിക്കണം. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ ഡെയിലി മന്ന എന്ന പ്രോഗ്രാം നിങ്ങൾ വായിച്ചിട്ട് നിങ്ങളത് കേട്ടിട്ട് മറ്റുള്ളവർക്കും കൂടെ, സ്വന്തം ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിന് ഒക്കെ അത് അയച്ചു കൊടുക്കണം. കാരണം ക്രിസ്തുവിൻ്റെ വചനം നാം മനസ്സിലാക്കുമ്പോഴാണ് കർത്താവിനെ നാം മനസ്സിലാക്കുന്നത്. കർത്താവിൻ്റെ സ്വഭാവം നാം കൂടുതൽ മനസ്സിലാക്കുമ്പോൾ നാം കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കും. അതാണ് വാസ്തവത്തിൽ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം തന്നെ. നമുക്ക് പലപ്പോഴും ഇരുന്ന് മണിക്കൂറുകളോളം ഇങ്ങനെ ഇരുന്ന് വചനം വായിക്കാനോ ധ്യാനിക്കാനോ ഒന്നും സമയം കിട്ടുകയില്ലെങ്കിൽ തന്നെയും ഏറ്റവും ചുരുക്കമായിട്ട് ഒരു 5-6 മിനിറ്റ് മാത്രമേ ഉള്ളൂ ഒരു ദിവസത്തെ ചിന്തയ്ക്കായിട്ട് തരുന്ന നമ്മൾ എടുക്കുന്ന ഒരു വാക്യമാണ്. ഈ വാക്യം നാം ധ്യാനിക്കണം. നാം ധ്യാനിക്കുമ്പോൾ നമുക്ക് കർത്താവ് അതിനെ ചുറ്റിപ്പറ്റിയുള്ള പല നല്ല ചിന്തകളും തരും. നമ്മുടെ ജീവിതം എങ്ങനെ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളതാക്കാൻ നമ്മെ കൊണ്ട് സാധിക്കുമെന്നുള്ള കാര്യം കൂടെ കർത്താവ് ഇതിൽ കൂടെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നമ്മോട് സംസാരിക്കും. ഈ ഒരു വചനം കേൾക്കുമ്പോൾ കർത്താവ് എന്താ പറയുന്നത്? നിങ്ങൾ എൻ്റെ വചനം കേട്ടതിനാൽ നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നുവെന്ന്. അപ്പോൾ രാവിലെ അല്പസമയം ഇത് ധ്യാനിക്കുമ്പോൾ ഇത് നാം നന്നായിട്ട് ധ്യാനിക്കണം. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം.
ഈ ചെറിയ മെസ്സേജ് മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുത്ത് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് മറ്റുള്ളവരെയും അറിയിക്കണം. അല്ലെങ്കിൽ കർത്താവ് നമ്മിൽ നിന്നും എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ഇതിൽ കൂടെ പലർക്കും ചിന്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹത്തോട് ഞാൻ ഓർപ്പിക്കുകയാണ്, കർത്താവിൻ്റെ വചനം നാം രാവിലെ ധ്യാനിക്കുമ്പോൾ നാം ഇത് മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യണം. അല്ലാതെ ഇത് പ്രത്യേകമായിട്ട് ഒരു പേരിനോ പെരുമയ്ക്കോ പണമുണ്ടാക്കാനോ ഒന്നും ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ചാനലല്ലിത്. ഇത് ദൈവനാമ മഹത്വത്തിനായി അനേകം പേര് ദൈവത്തിലേക്ക് വരുവാനായിട്ട്, ദൈവികമായ കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് അത് തുടങ്ങിയിരിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. നാം ഇത് അപ്പോസ്തോലിക് മിനിസ്ട്രിയുടെ ആർക്കൊക്കെ ഇത് ലഭിക്കുന്നുണ്ടോ അവർ മറ്റുള്ളവരിലേക്കും പകരുകയും അവരും മറ്റുള്ളവരിലേക്ക് ഇത് പകരുകയും ചെയ്യുമ്പോൾ നമുക്ക് ഒരു ദിവസം നമുക്കാവശ്യമായ ആഹാരം പോലെ തന്നെ ഈ ദൈവവചനം നമ്മുടെ ആത്മാവിൻ്റെ പോഷണത്തിനാവശ്യമായിട്ടുള്ള പോഷണം നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഈ നിർബന്ധം, അതായത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ഞാൻ ഇത് അറിയിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഇത് ഷെയർ ചെയ്യുന്നെങ്കിൽ നമുക്ക് പ്രശംസിപ്പാനൊന്നുമില്ല, എങ്കിലും ഇതൊരു നിർബന്ധമായിട്ട് നാം ചെയ്യണമെന്ന് നിങ്ങളുടെ സ്നേഹത്തോട് ഓർപ്പിക്കുകയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്.